ഹായ് ഗായ്സ്. അടിപൊളി സൂപ്പർ. വേണ്ടി പോയിട്ട് സ്വയം ഉരുണ്ട് മറിഞ്ഞ വീട്, അതാണ് ഇപ്പൊ സംഭവിച്ചത്. കലയിലെ ജീവിതത്തിലെ അടുത്തൊരു സമര അധ്യായത്തിലും കൂടെ ഞാൻ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു സുഹൃത്തുക്കളെ. അപ്പം പഠിപ്പുകൂടൊക്കെ ആയതുകൊണ്ട് തന്നെ ഇന്ന് വേറെ പണിയൊന്നുമില്ല. അതുകൊണ്ട് എൻ്റെ മനസ്സിൽ തോന്നി ഒറ്റമതിൻ്റെ ഫലമായിട്ട് അങ്ങനെ എല്ലാവരും കൂടെ അടുത്തൊരു വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി തീരുമാനിച്ചു. കുറച്ച് നടന്നപ്പോൾ തന്നെ കുറച്ച് പേർക്ക് ക്ഷീണിച്ച് വെള്ളം കുടിക്കാൻ പോയി. മഴ പെയ്തു. മഴ നമുക്കൊരു വിഷയമില്ലല്ലോ. മഴ പെയ്താലും ഒറ്റ കുടയിൽ കുറേ പേര് പോകുന്ന സുഖം ഒരു കുടയിൽ ഒരാൾ പോയാൽ കിട്ടില്ലല്ലോ. മഴയ്ക്ക് നമ്മളിനി ഒരു വിഷയമാവണ്ടെന്ന് വിചാരിച്ച് നമ്മൾ കുറച്ച് ഒതുങ്ങി. അതിൽ ഒതുങ്ങിയത് കുറച്ചവർക്ക് ലാഭമായി. ബോണേറെ റിഫ്രഷ്മെന്റ് അങ്ങനെ കിട്ടി. കുറച്ച് കുറഞ്ഞപ്പോഴേക്കും വീണ്ടും കുറച്ച് നടന്നു. അപ്പോൾ വീണ്ടും മഴ പെയ്തു. വീണ്ടും ഇവർക്കും നമ്മളിപ്പോൾ ഒരു ആഗ്രഹം ഉണ്ടെന്ന് തോന്നുന്നു. എന്ത് മഴ പെയ്താലും തളരാതെ വീണ്ടും നമ്മൾ സ്പോട്ടിൻ്റെ അടുത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. റോഷൻ ഓടിച്ചാടി ഫ്രണ്ടിൽ നിന്ന് പോകുന്നുണ്ട് കൈസ് വഴിയാട്ടിയായിട്ട്. നമ്മളിനി കാട് കയറാൻ പോവുകയാണ്. അങ്ങനെ കാട് കയറി തുടങ്ങി. നല്ല കാട്, നല്ല മഴയും നല്ല വൈബൊക്കെ ആണെങ്കിലും സൂക്ഷിച്ചും കണ്ടൊക്കെ പോയില്ലെങ്കിലും മുക്കും കുത്തി തറയിൽ കിടക്കും. മഴയുടെ സ്ലോപ്പാണ്. പിന്നെ മഴയും കൂടെ വന്നപ്പോഴേക്കും നല്ല തെന്നലുണ്ട്. അത് മാത്രമല്ല വേറൊരു കേസ് കൂടെ ഉണ്ട്. ഹട്ട കയറുന്ന സ്ഥലം. ഇതൊക്കെ പറഞ്ഞു വരുന്നത് ചവിട്ടി കൂട്ടി തലയിലിട്ടി തേച്ചളയും ഞാൻ. കുറച്ച് പേര് നടന്ന് മഴയും നനഞ്ഞ് കുറച്ച് അട്ടയുടെ കടിയും കൊണ്ട് ബ്ലഡും വന്ന് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം അതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ് ഇത്ര കഷ്ടപ്പെട്ട് ഈ പരിപാടിയൊക്കെ കാണിച്ചു കൂട്ടിയത്. എല്ലാം കഴിയുമ്പോൾ എല്ലാവരും മുഖത്തുള്ള ഒരു ചിരിയും സന്തോഷവും ഒരു മനസമാധാനവും. അതുകൊണ്ട് ഇവിടെ നിന്ന് എന്തെടുത്തു? പിങ്ക് കളർന്ന് എടുക്ക്. എവിടെ നോക്കട്ടെ? 5 ഇതളുണ്ട്. 5 ഇതളുള്ള പിങ്ക് പൂ. അപ്പൊ നമ്മൾ അടുത്ത മഴയ്ക്ക് മുമ്പ് താഴെ എത്തി. ഇനി ഇങ്ങനെ പോയി വെള്ളത്തിൽ വീഴാം. എല്ലാവരെയും അവസ്ഥ നിങ്ങൾ കണ്ടല്ലോ. വീട്ടിലായിരുന്നു അമ്മേരൊന്നും കിട്ടുമായിരുന്നു. നീ കോളേജിൽ പോകണോ വല്ല പാടത്തും പറമ്പത്തും കളിക്കാൻ പോയതാണോ എന്ന് ചോദിച്ചിട്ട് മറ്റുള്ളവരുടെ എക്സ്പീരിയൻസ് ചോദിച്ചു നോക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? പറ വിഷമിക്കല്ലേ. പറയ് കീർത്തന പറയ്. പോയിട്ട് സ്വയം ഉരുണ്ട് മറിഞ്ഞ വീട്, അതാണ് ഇപ്പൊ സംഭവിച്ചത്. മറ്റുള്ളവരെ സഹായിക്കാൻ പോയിട്ടാ? ഇവിടെ ആരെ സഹായിച്ചു? അങ്ങനെ കാലിന്റെ കാര്യത്തിൽ ഏറെക്കുറെ തീരുമാനമായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇന്നത്തെ കലാപരിപാടികൾ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇനി വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.